പോലീസ് യൂണിഫോം തട്ടിപ്പിൽ അറസ്റ്റിലായ പോലീസ് ട്രെയിനി ശംഭുവിനെതിരെ കൂടുതൽ നടപടി. സർവീസിൽ നിന്ന് മാറ്റി നിർത്തുകയും ട്രെയിനിങ്ങിൽ നിന്നും ഒഴിവാക്കുകയും ചെയ്തു. ജോബി ജോൺ വിശദാംശങ്ങളുമായി. സിജോ, ഈ പോലീസ് ട്രെയിനിക്കെതിരെ എന്തെല്ലാം നടപടികളിലേക്കാണ് പോലീസ് കടക്കുന്നത്? സർവീസിൽ നിന്ന് പുറത്തേക്ക് പോവുകയാണ്. സർവീസിൽ നിന്ന് പുറത്താക്കിക്കൊണ്ടുള്ള നടപടിയാണ്. ഇപ്പോൾ ട്രെയിനിയാണ് എന്നുള്ളത് കൊണ്ടാണ് സസ്പെൻഷൻ അങ്ങനെ നമുക്ക് പുറത്താക്കിയെന്നും ഡയറക്റ്റ്ലി പറയാൻ പറ്റാത്തത്. എന്നാൽ സർവീസിൽ നിന്ന് നീക്കിക്കൊണ്ടുള്ള അത്തരം നടപടികളിലേക്കാണ് പോയിരിക്കുന്നത്. ഇപ്പോൾ ഈ ട്രെയിനിങ് കാലാവധിയാണുള്ളത്. ട്രെയിനിങ്ങിൽ നിന്ന് പൂർണ്ണമായി മാറ്റി നിർത്തുകയും ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായി നമ്മൾ പ്രതീക്ഷിക്കുന്നതെന്ന് പറയുന്നത് ഇനി എന്തായാലും പോലീസിലേക്ക് കയറാൻ പറ്റില്ല. ഇനി കയറണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും എവിടെയെങ്കിലുമൊക്കെ ഹയർ അതോറിറ്റിയുള്ള അപ്പീലൊക്കെ പോയി അത് അവിടെ നിന്ന് എന്തെങ്കിലും അനുകൂലമായ ഉത്തരവ് കിട്ടിയാൽ മാത്രമേ പോലീസിലേക്ക് വരികയുള്ളൂ. തൽക്കാലം എന്തായാലും പോലീസ് യൂണിഫോം ഇടാൻ പറ്റത്തില്ല. ട്രെയിനിങ് കാലാവധിയിൽ തന്നെയാണ് 7 ലക്ഷം രൂപയുടെ തട്ടിപ്പ് നടത്തിയത്. അത് തട്ടിപ്പിനിരയാക്കിയത് വേറെ ആരുമല്ല, പോലീസുകാരെ തന്നെയാണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ യൂണിഫോം കമ്മിറ്റിയിലെ അംഗമായിരുന്നു ഈ ശംഭുവിൻ്റെ അക്കൗണ്ടിലേക്കാണ് യൂണിഫോം വാങ്ങാൻ വേണ്ടിയിട്ട് 7 ലക്ഷം രൂപ ഈ ജീവനക്കാരെല്ലാം കൂടി ഇട്ടത്. അവസാനം യൂണിഫോം ചോദിച്ചപ്പോൾ യൂണിഫോം ഇല്ല. അവസാനം ചോദിക്കുമ്പോൾ സമയത്താണ് ഇയാളിത് ഓൺലൈൻ ഗെയിമിംഗ് നടത്തി 7 ലക്ഷം രൂപ നഷ്ടപ്പെടുത്തിയെന്ന് പറയുന്നത്. അങ്ങനെ പോലീസുകാർ നൽകിയ പരാതിയിലാണ് പേരൂർക്കട പോലീസ് കേസെടുത്തത്. കേസെടുത്തതിന് പിന്നാലെ ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പിന്നാലെയാണ് ഇപ്പോൾ സർവീസിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ടുള്ള നടപടി വന്നിരിക്കുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ സർവീസിൽ നിന്ന് ഇനി പോലീസിലേക്ക് വരാൻ പറ്റില്ല എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റുന്നത്. KAP 3 ബറ്റാലിയനിലെ ആളാണ് ഇയാൾ. ട്രെയിനി ആയിരുന്നു. KAP 3 ബറ്റാലിയൻ കമാൻഡന്റിന് തന്നെയാണ് ഇത്തരത്തിലൊരു നടപടി സ്വീകരിച്ചിരിക്കുന്നത്. സിജോ, തുടരും മറ്റൊരു വാർത്തയും കൂടി വിശദാംശങ്ങൾ വേണം.